നയനയ്ക്ക് ബെസ്റ്റ് ആർട്ടിസ്റ്റ് ഓഫ് ദ അവാർഡ് ബോംബെയിൽ നിന്ന് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ വിവരം വിളിച്ച് പറഞ്ഞത് മുത്തശ്ശനോടാണ്. അപ്പോൾ ഈ വിവരം മുത്തശ്ശൻ വന്നിട്ട് മുത്തശ്ശനോടല്ല ജയനോടാണ് പറയുന്നത്. അപ്പോൾ ഈ വിവരം ജയൻ എല്ലാവരോടും പറയുന്നുണ്ട്. അങ്ങനെ ആ ഒരു സർട്ടിഫിക്കറ്റും ഒക്കെ ആയിട്ടാണ് ജയൻ വരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. അങ്ങനെ അവർ നേരിട്ട് വരുന്നുണ്ട്, മീഡിയക്കാരൊക്കെ വരികയാണ്. അങ്ങനെ ഒരു സ്ഥലത്തിരുന്നുണ്ട് മീഡിയക്കാർ അവളെ നയനനെ ഇൻ്റർവ്യൂ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇൻ്റർവ്യൂ ചെയ്യുന്നവരും ആദർശനൊക്കെ ഭയങ്കര അഭിമാനമാകുന്നുണ്ട്. ഈ വീട്ടിലെ ഒരു ജോലിക്കിടയിലൊക്കെ എങ്ങനെ സാധിക്കുമെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ ഹസ്ബൻഡും വീട്ടിൽ എനിക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ നേരത്തെ ഡിസൈനൊക്കെ ചെയ്യായിരുന്നു, ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവരുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണെന്നൊക്കെ പറഞ്ഞ് നയന ഒരുപാട് ആദർശനെയും വീട്ടിനെ പുകഴ്ത്തുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ ആദർശന് ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. നീ റിയലി ഗ്രേറ്റ് തന്നെയാണ്, നിൻ്റെ കഴിവുകൾ പറയാതിരിക്കാൻ വയ്യ എന്നൊക്കെ ഇങ്ങനെ ആദർശം മനസ്സിൽ പറയുന്നുണ്ട്. അങ്ങനെ അവർ കൺഗ്രാറ്റ്സ് ഒക്കെ പറഞ്ഞിട്ട് പോവുകയാണ്. ഇതേ സമയത്ത് അനാമിക ഒരു ഗിഫ്റ്റൊക്കെ ആയിട്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അങ്ങനെ അനാമിക വന്നിട്ട് നയനേച്ചി ഇതാ ഗിഫ്റ്റ് എന്നും പറഞ്ഞിട്ട് കൺഗ്രാറ്റ്സ് ഒക്കെ പറയാണ്. നീ എങ്ങനെ അറിഞ്ഞെന്ന് ചോദിക്കും. അതൊക്കെ ഞാൻ അറിയും, അനി പറഞ്ഞില്ലെങ്കിൽ ഞാൻ അതെല്ലാം അറിയും എന്നൊക്കെ പറഞ്ഞ് അവൾ ദേഷ്യപ്പെട്ടാണ് നിൽക്കുന്നത് കേട്ടോ. അങ്ങനെ എല്ലാവർക്കും ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. ഈ സമയത്ത് മുത്തശ്ശൻ പറയാണ്, നയന ഇത്രയും ഒരു സർപ്രൈസ് ഒരു ഗിഫ്റ്റ് കിട്ടിയതുകൊണ്ട് നമ്മുടെ കുടുംബത്തിന് തന്നെ ഒരു അഭിമാനമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഞാനൊരു ഓഫർ തരാണ്. എല്ലാവർക്കും ഇഷ്ടമുള്ളതിക്ക് ബ്യൂട്ടി പാർലറിൽ പോയിട്ട് ഒരുങ്ങാം, എല്ലാം എൻ്റെ ചിലവാണ് എന്ന് പറയുന്നുണ്ട്. ഈ സമയത്ത് ജലജ ചോദിക്കുന്നുണ്ട്, എല്ലാവരും അവിടെ പോയി ഇരുന്നാൽ ആര് ഫുഡൊക്കെ ഉണ്ടാക്കാൻ ചോദിക്കുമ്പം ഇത്രയും ദിവസം നിങ്ങൾ ഗേൾസ് അല്ലേ അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നത്, ഇനി ഞങ്ങൾ ബോയ്സ് അടുക്കളയിൽ കയറാൻ പോവാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവരും വാന്നും പറഞ്ഞിട്ട് മുത്തശ്ശൻ എല്ലാവരും കൂട്ടി ഹാളിലേക്ക് പോവാണ്. ഈ വേഷമൊന്നും പറ്റില്ല, എല്ലാവരും വേഷം മാറി വരണമെന്ന് പറഞ്ഞിട്ട് മുത്തശ്ശൻ പെട്ടെന്ന് തന്നെ എല്ലാവരും കൈലിയും ഷർട്ടും കൈലിയും ബനീനും ഒരു തോർത്തൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമല്ലേ എന്ന് പറഞ്ഞിട്ട് അടുക്കളയിലേക്ക് പോകുന്നുണ്ട്. അടുക്കളയിൽ പോയി എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കളിക്കുന്നതല്ലാതെ ഒന്നും തന്നെ നടക്കുന്നില്ല കേട്ടോ. ജയൻ ചോദിക്കുകയാണ്, അച്ഛാ ഇതുവെല്ലാം നടക്കുമോ? സാമ്പാർ പൊടി എവിടെയാ, കടുക് എവിടെയാന്ന് പോലും അറിയത്തില്ലാതെ നമ്മൾ എന്താ എങ്ങനെ ചെയ്യേണ്ടതെന്നൊന്നും മനസ്സിലാവുന്നില്ല. അവർ വരുമ്പോഴത്തേക്കും ഫുഡ് റെഡി ആവേണ്ടതല്ലേ, നമുക്ക് മിണ്ടാതെ പുറത്തുനിന്ന് ഓർഡർ ചെയ്താലും ചോദിക്കുമ്പോൾ മുത്തശ്ശൻ പറയാണ്, വരട്ടെ നമുക്ക് നോക്കാം, നമ്മൾ ഇത്രയും ആണുങ്ങളുണ്ടല്ലോ, നമ്മൾ 6 പേരുണ്ടല്ലോ, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അനിയും അബിയും മുത്തശ്ശനും ജയനും ചെറിയച്ഛനും ആദർശം കൂടിയിട്ട് അടുക്കളയിൽ തന്നെ കഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ. ഇതേ സമയത്ത് തന്നെയായിരിക്കും അങ്ങനെ ജ്യൂസും കണ്ട് അവൾമാർക്ക് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. എല്ലാവരും അവൻ്റെ ഭാര്യമാർക്ക് കൊടുക്കാൻ വേണ്ടി പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഫേഷ്യലും പെഡിക്യൂറും മാനിക്യൂറും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ജലജ മാത്രം ഇങ്ങനെ മാറി നിൽക്കുന്നുണ്ട്, ഞാൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട്. അതേസമയത്ത് തന്നെ ചെറിയമ്മയും മാറി നിൽക്കുകയാണ്. ചെറിയമ്മ അടുത്തേക്ക് പോയിട്ട് ജലജ ചോദിക്കുകയാണ്, അല്ല നീ എന്താ മാറി നിൽക്കുന്നത്, നീ ചെയ്യുന്നില്ലെന്ന് ചോദിക്കുമ്പം ഞാനൊന്നും ചെയ്യാറില്ലല്ലോ ചേച്ചി, എനിക്കൊന്നും കേട്ടോ അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറയാണ്. പാവം, നിന്നെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാനാ, നിനക്ക് ഈ വീട്ടിൽ യാതൊരു സ്ഥാനമില്ലല്ലോ, വന്ന് കയറിയപ്പോൾ തൊട്ടേ മൂത്ത മരുമകൾ എന്ന് പറഞ്ഞ് എല്ലാവരും ദേവേനെ തലയിൽ പിടിച്ച് വെച്ചേക്കാം. ദേവേനയുടെ അടിമയായിട്ടല്ല നീ ഇവിടെ ജീവിക്കുന്നത്, പിന്നെ നിന്നെ പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല, പാവം നീ എന്നൊക്കെ പറഞ്ഞ് അവളുടെ മനസ്സ് നിളക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നിട്ട് പറയാണ്, നിന്റെ മകൻ അനിയെ കണ്ടില്ലേ, അവൻ ഈ വീട്ടിൽ എന്തെങ്കിലും വിലയുണ്ടോ, നിന്നെപ്പോലെ തന്നെ 2ാം തരമായി പോയി അവനും എന്നൊക്കെ പറഞ്ഞ് അവളെ ഒന്നുകൂടെ കിള്ളി വിടുന്നുണ്ട്. അപ്പോഴേക്കും ഒരു ട്വിസ്റ്റ് അടിച്ചുകൊണ്ട് ചെറിയമ്മ പറയുന്നുണ്ട്, അതെ ജലജ, നിന്റെ സ്വഭാവം നന്നായിട്ട് എനിക്കറിയാം, നീ 2 പേരെ തമ്മിൽ കൂട്ടുതലിക്കുക നല്ല മിടിക്കുക, എനിക്ക് വീട്ടിൽ അധികാരം അവകാശം ഒന്നും വേണ്ട, പകരം എൻ്റെ അച്ഛനമ്മേനെ സ്നേഹിക്കുന്നുണ്ട്, സ്വന്തം മകളെ പോലെ കണക്കാക്കുന്നുണ്ട്, ദേവിയാനി ചേച്ചിയാണെങ്കിലും എനിക്ക് അനിയത്തിയെ പോലെ കാണുന്നത്, എനിക്കതും മതി എന്നും പറയുന്നുണ്ട്. എന്തായാലും ഞാനൊന്ന് ഒരുങ്ങാൻ പോവാന്ന് പറഞ്ഞിട്ട് അവളും പോയിട്ട് ഒരുങ്ങാൻ നിൽക്കുന്നുണ്ട്. ജലജ ആലോചിക്കുകയാണ്, എല്ലാവരും ഒരുങ്ങുമ്പോൾ പിന്നെ ഞാൻ മാത്രം നിൽക്കുന്നത്, ഞാനും ഒരുങ്ങിയേക്കാം എന്നും പറഞ്ഞിട്ട് അവളും പോയി ഒരുങ്ങുന്നുണ്ട് കേട്ടോ. ഇതേ സമയത്ത് ജ്യൂസും കൊണ്ട് എല്ലാവരും വരികയാണ്. അബിയാണെങ്കിൽ ജലജയ്ക്കും അവൾക്ക് നവിക്കുള്ള ജ്യൂസ് കൊണ്ടുവന്നുണ്ട്, അവൾക്ക് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഓരോരുത്തരും ഭാര്യമാർക്ക് കൊണ്ടുവന്ന് ജ്യൂസ് കയ്യിൽ കൊടുക്കുകയാണ് കേട്ടോ. ഇതേ സമയത്ത് നമ്മുടെ ആദർശ് വന്നിട്ട് നയനോടൊന്ന് സംസാരിക്കണം, അതിനുവേണ്ടി തന്നെ ഒന്ന് ഡിലേ അടിച്ച് നിൽക്കുകയാണ്. ഇനി തന്നെ ആദർശ് ചേട്ടാ ഞാൻ പിടിച്ചോളാം എന്ന് പറയുമ്പോഴേക്കും വേണ്ട ഞാൻ തരാമെന്ന് പറഞ്ഞിട്ട് ജ്യൂസിനുള്ളിൽ സ്ട്രോ ഇട്ടിട്ട് കയ്യിൽ പിടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവൾ കുടിച്ച് കഴിയുമ്പോഴേക്കും അവൻ പറയാണ്, അടുക്കളയിൽ ആകെപ്പാടെ കുളമായിട്ടിരിക്കുക, എന്താ ചെയ്യണ്ടേ, പൊടി എവിടെയാ, ഉപ്പ് എവിടെയാ, ഒന്നും അത്രത്തെ അവസ്ഥയാണ്, ഇങ്ങനെ എല്ലാവരും പട്ടിണിയാവും, നീ എന്നെ ഹെൽപ്പ് ചെയ്യാവോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇതേ സമയത്ത് ദേവിയാൻ ഈ കാഴ്ച കാണുന്നുണ്ട്, അവനിങ്ങനെ ജ്യൂസ് പിടിച്ചു കൊടുക്കുന്നത്. അപ്പോഴേക്കും ജലജ പറയാണ്, കണ്ടില്ലേ ഏട്ടത്തി, ബാക്കി എല്ലാവരും ജ്യൂസ് കൊണ്ട് കയ്യിൽ തന്നിട്ട് പോയി, അവനവളെ പിടിച്ച് കുടിപ്പിക്കുക, ഇങ്ങനെ ഒരു ഭർത്താവിനെ കിട്ടാനും വേണം പുണ്യം, ഇനിയിപ്പോൾ ചേച്ചി വഴിക്കൊന്നും അവൻ നിൽക്കും തോന്നുന്നില്ലെന്നൊക്കെ പറഞ്ഞ് അവളെ ഇളക്കി വിടുന്നുണ്ട്. ദേവാനയ്ക്ക് ഇത് തന്നിട്ട് കട്ടക്കളിപ്പ് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നയനെ പറയാണ്, ഞാനൊരു ഐഡിയ പറഞ്ഞു തരാം, ഈ ഫോണിലൊന്ന് വിളിച്ചാൽ മതി, നിങ്ങൾ എന്നിട്ടൊരു ഹെഡ്സെറ്റ് കണക്ട് ചെയ്യുക, ഞാനിവിടെ നിന്നെല്ലാം പറഞ്ഞു തരാമെന്ന് പറയാണ്. അങ്ങനെ അവൻ സമ്മതിച്ച്
അവിടുന്ന് നയനടുത്തുനിന്ന് ആദർശ് പതിയെ ഗ്ലാസ്സൊക്കെ ആയിട്ട് അങ്ങ് പോകുന്നുണ്ട്. ഇത് കാണുമ്പോഴേക്കും അവൻ്റെ പോക്ക് കാണുമ്പോൾ നല്ല ചിരിയൊക്കെ വരും കേട്ടോ. അങ്ങനെ പോയതിന് ശേഷം അടുക്കളയിൽ ചെന്നിട്ട് ഇവൻ ആ ഹെഡ്സെറ്റ് എടുത്ത് കണക്ട് ചെയ്യാണ്. ആ മുത്തശ്ശൻ ചോദിക്കുകയാണ്, എടാ നീ ഹെഡ്സെറ്റൊക്കെ എന്തിനാ ഇപ്പോൾ പാട്ട് കേൾക്കാൻ നിൽക്കുന്നേ? പാട്ടങ്ങനെ കേട്ടിട്ടുണ്ടെങ്കിൽ കോൺസെൻട്രേഷൻ പോകുമ്പോൾ മുത്തശ്ശ അറിയാൻ മേലാഞ്ഞിട്ടാ പാട്ട് കേട്ട് എൻജോയബിൾ ആയിട്ടൊന്ന് ജോലി ചെയ്താലേ നമുക്കൊരു മൂഡുണ്ടാകത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവൻ പാട്ട് കേട്ടിട്ട് ജോലി ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നയന എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുകയാണ്. ചടപടയെന്ന് തന്നെ ആദർശ് പെട്ടെന്ന് എല്ലാം വെച്ച് തീർക്കുന്നുണ്ട് കേട്ടോ. സാമ്പാറും അവിയലും തോരനും പപ്പടം അങ്ങനെ എല്ലാം ഐറ്റംസ് കൊണ്ട് റെഡിയാക്കുകയാണ്. ഇത് കൊണ്ട് എല്ലാവരും അത്ഭുതപ്പെട്ടിട്ട്, എടാ നീ എങ്ങനെ അതെല്ലാം ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പം അത് നയന ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്, അവളുടെ അടുക്കള ഇപ്പോൾ നിൽക്കുന്നതാണല്ലോ, അങ്ങനെ പഠിച്ചതാണെന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ നയനയുടെ സഹായത്തോടെ ആദർശ് അതെല്ലാം റെഡിയാക്കുന്നുണ്ട്. ഇതേ സമയത്തിന് ഇവരെല്ലാവരും ആ റെഡിയാക്കിയ സാധനങ്ങളെല്ലാം ഹാളിൽ ടേബിളിൽ കൊണ്ട് നിരത്തി വെക്കുകയാണ്. അപ്പോഴായിരിക്കും അങ്ങോട്ടേക്ക് മേക്കപ്പൊക്കെ കഴിഞ്ഞിട്ട് ആ വീട്ടിലുള്ള സ്ത്രീകൾ മൊത്തം അങ്ങോട്ടേക്ക് കയറി വരുന്നത്. മുത്തശ്ശി സാഹിത്യം മോഡേൺ ഡ്രസ്സിൽ വരുന്നത് കാണാൻ നല്ല ചന്തമായിരിക്കും കേട്ടോ. ഇതൊക്കെ കണ്ട് അത്ഭുതപ്പെട്ട് എല്ലാവരും നോക്കി നിൽക്കുകയാണ്. അതിൽ തമിഴിലാണെങ്കിൽ നവിയെ കാണാൻ നല്ല സൂപ്പറായിരിക്കും. ഐശ്വര്യ എന്നാണ് ക്യാരക്ടറിൻ്റെ പേര്. അവളെ കാണാൻ അല്ലെങ്കിൽ തന്നെ നല്ലൊരു ക്യൂട്ടാണ്, നല്ലൊരു മോഡലിനെ പോലെ ഇരിക്കും. അപ്പോൾ അവൾ ആ ഒരു ഷോർട്സൊക്കെ ഇട്ട് വരുന്നതാണ് നല്ല ഭംഗിയായിരിക്കും കേട്ടോ. പക്ഷേ എല്ലാവർക്കും കുറച്ച് ഓവറായി തോന്നുന്നത് എല്ലാവരും കൂളിംഗ് ഗ്ലാസും വെച്ചുകൊണ്ടാണ് ഹാളിലേക്ക് കയറി വരുന്നത്. അത് മാത്രം ഒഴിവാക്കിയിരുന്നെങ്കിൽ ആ സീൻ നല്ല പൊളിച്ചാനെ. അപ്പോൾ എല്ലാവരും കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ച് വരുന്നത് കാണാൻ നല്ല രസമായിരിക്കും. നയനെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരിക്കും കേട്ടോ. ലൂസ് ഹെയറൊക്കെ ആയിട്ട് നല്ല ക്യൂട്ടായിട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വരുമായിരിക്കും. അങ്ങനെ ചെറിയമ്മയും ജലജയും എല്ലാവരും ഡ്രസ്സൊക്കെ മാറി വരുന്നുണ്ട്. അപ്പോഴേക്കും മുത്തശ്ശൻ പറയാണ്, എൻ്റെ ഈശ്വര എല്ലാവരും കണ്ട ഇപ്പോൾ സിനിമാ നടിമാർ തോറ്റു പോവല്ലോ, അത്രയ്ക്ക് ഭംഗിയുണ്ട് എല്ലാവരെയും കാണാൻ വേണ്ടിയിട്ട്, നല്ല രസമുണ്ട് ഈ കോസ്റ്റ്യൂമിലെന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ആദർശ് വായും പൊളിച്ച് നോക്കി നിൽക്കുകയാണ് നയനെ കണ്ടിട്ട്. ശരിക്കും നയന നീ ഗ്രേറ്റ് തന്നെയാണ്. നിനക്ക് പടം വരയിൽ കഴിവ്, ഡിസൈനിൽ കഴിവ്, അതുപോലെ തന്നെ അടുക്കളയിൽ നീ ഒരു കില്ലാട് തന്നെയാണ്. ഇപ്പോഴേ നിൻ്റെ സൗന്ദര്യം ഇത്തനാൾ ഒളിപ്പിച്ച് വെച്ചത് മൊത്തം പുറത്തിയാടെയില്ലേ, ഇപ്പോൾ നീ എന്തൊരു സുന്ദരിയെ കാണാൻ എന്നൊക്കെ മനസ്സിലിങ്ങനെ ആലോചിക്കുന്നുണ്ട്. ഇത്രയും ഭംഗി നിനക്കുണ്ടായിരുന്നോ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ചോദിക്കുകയാണ്. അങ്ങനെ വായും പൊളിച്ച് നിൽക്കുന്നതിനിട്ട് ദേവേനെ അങ്ങനെ തന്നെ നോക്കി നിൽക്കുകയാണ്. നയനയും അവനെ നോക്കി ചിരിക്കുന്നുണ്ട്. എല്ലാവരും വന്നിരുന്ന് കഴിക്കുമെന്ന് പറയുമ്പോഴേക്കും ജലജ ചോദിക്കുകയാണ്, എന്താ ഞങ്ങളെ വെച്ച് വല്ല പരീക്ഷണം ചെയ്യാനാണോ ചോദിക്കുന്നുണ്ട്. അതൊന്നുമല്ല, ഇന്ന് ആദർശമല്ല ഉണ്ടാക്കിയിരിക്കുന്നത്, എല്ലാം അതുപോലെ ടേസ്റ്റാണ്. എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് ഉണ്ടാക്കിയെന്ന് മനസ്സിലാവുന്നില്ല, പക്ഷേ എല്ലാം അവൻ പാടെ ഉണ്ടാക്കി, അതും എല്ലാം നല്ല ടേസ്റ്റിലായിട്ട് ഉണ്ടാക്കി, നമ്മുടെ നയന ഉണ്ടാക്കുന്നത് പോലെ ഉണ്ടാക്കിയെന്ന് പറയുകയാണ്. അപ്പോഴേക്കും ജലജെന്ന് കളിയാക്കുന്നുണ്ട്. അത് പിന്നെ നയനടുക്കളയൊക്കെ അറിയാൽ അവൻ 24 അവളുടെ വാലയെ ചുറ്റിപ്പറ്റി ഇവിടെ തന്നെ കാണുമല്ലോ, അങ്ങനെയായിരിക്കും അവനും പഠിച്ചത് എന്ന് പറയാണ്. എങ്ങനെയാണെങ്കിലും എന്താ കാര്യം നടന്നില്ല എന്ന് മുത്തശ്ശനും പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവരും കഴിക്കുമ്പോഴേക്കും എല്ലാവർക്കും ഇങ്ങനെ ഇപ്പം നയനയ്ക്ക് ആദർശ് വിളമ്പി കൊടുക്കുന്നുണ്ട്, ജലജയ്ക്ക് ജയൻ വിളമ്പി കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും വിളമ്പി പരസ്പരം കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവരും ഭയങ്കര സന്തോഷത്തോടു കൂടിയിട്ട് ആ ഒരു ഡേ എൻജോയ് ചെയ്യുന്നുണ്ട്. അത് കാണാൻ വളരെ ഭംഗിയുള്ളൊരു എപ്പിസോഡായിരിക്കും. ഇതുപോലെ വരാനിരിക്കുന്ന എപ്പിസോഡ്സിൻ്റെ റിവ്യൂസും ഡെയിലി സ്റ്റോറീസൊക്കെ മിസ്സാവാതിരിക്കും നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.